ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, അപ്പോൾ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം, നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. 3 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിക്കുമ്പോൾ അത് തന്നെ എന്ന് വ്യക്തം. നികേഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം നാളെ വൈകിട്ട് 3 മണിക്ക് ഉണ്ടാകും. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജ്ഞാനേഷ് കുമാറും അതോടൊപ്പം തന്നെ SS സന്ധുവും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചുമതല ഏറ്റിരുന്നു. അതിനു പിന്നാലെ അവിടെ ഒരു യോഗം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, അതോടൊപ്പം തന്നെ ബാക്കി പൊതുവായ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനം രാജിവെച്ചതോടെയാണ് പുതിയ നിയമനങ്ങൾ ഉണ്ടായത്. പക്ഷേ ആ രാജിവെച്ചപ്പോഴും, പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മറ്റ് തടസ്സങ്ങൾ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമ്മു കാശ്മീരിലേക്ക് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുക, അതായത് എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നേരത്തെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഏത് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സൂചനകൾ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ചേർന്ന യോഗത്തിൽ പൊതുവായ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെയാണ് നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എത്ര ഷെഡ്യൂളുകളായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്താണ് ഇനിയിപ്പോൾ ഉയർന്ന ചോദ്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ വരുമോ അതല്ല അവസാന ഘട്ടത്തിലായിരിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്താണെങ്കിലും പരീക്ഷകൾ, അതോടൊപ്പം തന്നെ ഉത്സവങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ഷെഡ്യൂളുകൾ വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ, ഒപ്പം മറ്റ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അവലോകനം ചെയ്ത് അതിലൊരു തീരുമാനം എത്തിയ ശേഷം മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കമ്മീഷൻ കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്, നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളുകൾ, തീയതികൾ അടക്കം എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കും. സുഖ്ബീർ സിംഗ് സന്ധുവും ജ്ഞാനേഷ് കുമാറും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തി സ്ഥാനമേറ്റിരിക്കുന്നു. ഇന്ന് സമ്പൂർണ്ണ യോഗം ചേരുമെന്നാണ് കരുതുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് വാർത്താ സമ്മേളനം നടത്തുക. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. വളരെ സുപ്രധാനമായ പ്രഖ്യാപനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ നാളെ 3 മണിക്ക് പ്രഖ്യാപിക്കും എന്നാണ് കരുതേണ്ടത്. വാർത്താ സമ്മേളനം 3 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കുന്നത്. 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ഒഴിവിനെ തുടർന്ന് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വന്നതിന് ശേഷം, അവർ അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ് പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ നാളെ അറിയാം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലാണുള്ളത്. കേരളത്തിലെ പത്തനംതിട്ടയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വാഭാവികമായും ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നാളെ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വരികയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എപ്പോഴാണ് കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അതോടൊപ്പം തന്നെ CA നാളെ സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. ഒരിക്കൽ കൂടി അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ചൊവ്വാഴ്ചയാണ് വാദം കേൾക്കലിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കിട്ടിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പുതിയ തീരുമാനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വളരെ വേഗത്തിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതുപോലെ മാർച്ച് മാസം പിന്നിടുന്നു. മാർച്ച് മാസത്തിൻ്റെ പകുതിയാകുന്നു. അടുത്ത ഏപ്രിൽ മാസത്തിലാണ് ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ, അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും 2 മാസങ്ങളിലായിട്ടാണ് 7 ഘട്ടമോ 8 ഘട്ടമോ ആയി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ അറിയുന്നത്. കേരളത്തിൽ ഏത് ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. കേരളം സാധാരണഗതിയിൽ ക്രമസമാധാന പരിപാലനമുള്ള ഒരു സംസ്ഥാനമായതിനാൽ
ക്രമസമാധാനം കൂടുതൽ വഷളായ സംസ്ഥാനങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ചായിരിക്കും. കാരണം ഇവിടെ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കേണ്ടതില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉചിതമായ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളൂ. വലിയ ചൂടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. സ്വാഭാവികമായും ആ ചൂട് എത്ര കണ്ട് തെരഞ്ഞെടുപ്പ് നീളുന്നോ അത്രയും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ള പ്രവർത്തകർ, നേതാക്കന്മാർ. നോബൽ മാരിക്കാരൻ തുടരുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നോബൽ, നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനമായ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം. നികേഷ്, നാളെ 3 മണിക്ക് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ, അതോടൊപ്പം തന്നെ ധ്യാനേഷ് കുമാർ, ഒപ്പം കമ്മീഷണർമാരായ ധ്യാനേഷ് കുമാർ, ഒപ്പം SS സന്ധു എന്നിവർ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപക്ഷെ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നേരത്തെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ 2-3 ദിവസങ്ങൾ ഇതിനോടകം തന്നെ താമസിച്ചിട്ടുണ്ട്. അന്ന് മാർച്ച് 11-നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ 15-ലേക്ക് എത്തിയിരിക്കുന്നു. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്രയും വേഗം എത്തും എന്ന് നേരത്തെ തന്നെ നമുക്ക് സൂചനകൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ബാക്കി നടപടിക്രമങ്ങൾ ഉൾപ്പെടെ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം അത് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നാളെ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഷെഡ്യൂളുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഏത് തരത്തിലായിരിക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ വരിക എന്നത് ആകാംക്ഷയാണ്. തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുമോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങൾ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്.